പരിപൂർണ സജ്ജമാണ്. എങ്ങോട്ട് ആരൊക്കെ മാറി മറിഞ്ഞാലും വാർത്തകളിൽ ഒട്ടും മായം കലർത്താതെ മാറി മറിയാതെ ഞങ്ങളുടെ ചുണക്കുട്ടികൾ ഇതാ തയ്യാറായി നിൽക്കുന്നു. നമുക്ക് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അലമീൻ, ഗുഡ് ഈവനിങ്. ഇന്ന് കുറച്ചുകൂടി സന്തോഷം കാണുമല്ലോ, ഒരു വാരിയറെ ലഭിച്ച ദിവസമല്ലേ കോൺഗ്രസിന്? ബി.ജെ.പിയുടെ വാരിയറായിരുന്നു നടന്നിരുന്ന സന്ദീപ് വാര്യറിന് കോൺഗ്രസിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ രംഗത്തേക്ക് വരികയാണ്. UDF ക്യാമ്പ് അതിന്റെ ആവേശത്തിലാണ്. അല്പം കൂടി കഴിയുമ്പോൾ വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്ന് ഒരു റോഡ് ഷോ UDYFന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കോട്ട മൈതാനത്തിലേക്കാണ് ആ റോഡ് ഷോ. അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വാഹനമാണ്. സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഈ വാഹനത്തിൽ പ്രവർത്തകർ അഭിസംബോധന ചെയ്ത് കടന്നു വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ തുറന്ന ജീപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ BJP പ്രവർത്തകരെയൊക്കെ അഭിസംബോധന ചെയ്ത് നടന്നിരുന്ന സന്ദീപാണ് പെട്ടെന്നൊരു ദിവസം കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ വരുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാമ്പ് വലിയ ആവേശത്തിലാണ്, വലിയ ആഘോഷത്തിലാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായ പൊട്ടലും ചീറ്റലും അവസരങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പല തരത്തിലായിരുന്നു അതെല്ലാം വന്നത്. പക്ഷെ അതിന് അങ്ങനെ പൊട്ടിയും ചിതറിയും ഒക്കെ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് പരിക്കേറ്റ് നിന്നിരുന്നതൊക്കെ കോൺഗ്രസ്സാണ്. UDF സ്ഥാനാർത്ഥിയാണ്, UDF ആണ്. അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത കൂടി അവർക്കുണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ പോകുന്നതിനിടയിൽ അവർക്ക് വീണ് കിട്ടിയ വല്ലാത്തൊരു ജീവശ്വാസമായി, ജീവവായുവായി മാറുകയാണ് സന്ദീപിന്റെ ഈ കടന്നുവരവും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. സന്ദീപ് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം സന്ദീപ് അറിയിക്കുന്നു. സന്ദീപിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കുമെന്നുള്ള നിലപാട് അത് കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്യുന്നു. AICC നേതൃത്വവുമായി വിഷയം ചർച്ച ചെയ്യുന്നു. UDFലെ ഘടകകക്ഷികളുമായ വിഷയം ചർച്ച ചെയ്യുന്നു. അങ്ങനെ സന്ദീപ് വന്നാൽ അതൊരു ആ വരവ് പാർട്ടിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇന്ന് സന്ദീപിനെ കോൺഗ്രസിലേക്ക് നേതാക്കൾ സ്വാഗതമരുളിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏതായാലും പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നീക്കത്തിലൂടെ വലിയ ലീഡുണ്ടാക്കാനായി എന്നുള്ള വിശ്വാസം തന്നെയാണ് അവർക്കുള്ളത്. അത് തെരഞ്ഞെടുപ്പിലും അത് വോട്ടെടുപ്പിലും അത് വോട്ടിങ്ങിലുമൊക്കെ പ്രതിഫലിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് സുജയ, സന്ദീപിന്റെ വരവ് കൊണ്ട് മാത്രം തീരുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നാളെ ഒരുപക്ഷെ സന്ദീപിനെ പിന്തുണയ്ക്കുന്ന, സന്ദീപിനോടൊപ്പം നിൽക്കുന്ന BJPയിലെ ജില്ലാ നേതൃത്വവുമായിട്ടൊക്കെ പ്രശ്നങ്ങളുള്ള അതൃപ്തരായ ഒരു പറ്റം ആളുകൾ കൂടി, ഒരു ഡസനോളം ആളുകൾ കൂടി കോൺഗ്രസിലേക്ക്, BJP വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് പറഞ്ഞ പിക്ചർ അഭി ഭി ബാക്കി ഹേ എന്ന വാചകം, അതിനെ കാത്തിരിക്കൂ അല്ലമീൻ.